ഇത് അതിനേക്കാളും താഴെയാണ്. വെറും തറയാണെന്നേ, വെറും തറ വർത്തമാനങ്ങളിലും. അത് നിങ്ങൾ ആലോചിച്ചു, ഒരു പ്രൊഡ്യൂസറെ പറ്റിച്ച് 20 ലക്ഷം രൂപ പറ്റിച്ച് കോടതിയിൽ ശിക്ഷിക്കാറായി, കേസിന്റെ വാദത്തിൽ ശിക്ഷിക്കാറായി വരുന്നവൾ പോലും അമ്മയുടെ തലപ്പത്തിരുന്നുകൊണ്ട് കാണുന്ന ആരെയും, ഇൻക്ലൂഡിങ് മീ എന്ന് പറയാം, കാരണം എന്നെ അടക്കം അമ്മയുടെ. എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മിപ്രിയയുടെ രോദനം, അതുപോലെ ശ്വേതാമേനൻ, കുറച്ച് കാര്യങ്ങളും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ടുണ്ട്. അതായത് അമ്മ സംഘടനയിൽ നടന്നിട്ടുള്ള പല പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അതുപോലെ അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും അൻസിബ ഒരു ലവ് ചിഹ്നം താഴെ കമന്റ് ചെയ്യുക. കാരണം പണ്ടൊരിക്കൽ ഞാൻ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറഞ്ഞൊരു ഹാഷ്ടാഗ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ലക്ഷ്മിപ്രിയയ്ക്ക് അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കുത്തി. അങ്ങനെ ന്യൂസിന് ക്ലിപ്പൊക്കെ കൊടുത്ത സമയത്ത് ചിലവന്മാർ ജസ്റ്റിസ് ഫോർ അൻസിബ എന്നൊക്കെ പറഞ്ഞ് ഹാഷ്ടാഗ് ഇട്ട് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി അത്യാവശ്യം അൻസിബയ്ക്ക് കുറച്ച് ജസ്റ്റിസ് കിട്ടിയതുകൊണ്ട് അൻസിബ ഒരു ലവ് ഇത്രയും കൊടുത്തേക്ക്. നമുക്ക് ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ആഗ്രഹം അൻസിബ ഹസൻ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആയിരിക്കണം അടുത്ത അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ്. ഏറ്റവും കൂടുതൽ അർഹതയുള്ള യോഗ്യതയുള്ള പെൺകുട്ടി. നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കും, ആ പെൺകുട്ടിയെ അവിടെ നിന്ന് അടിച്ച് വെളിയിൽ കളയാൻ നോക്കിയ ഓരോ സാധനങ്ങളും ഇപ്പം ആ സംഘടനയ്ക്കകത്തില്ല. എല്ലാം സ്വയമേ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയായി, അല്ലെങ്കിൽ ഇറക്കി വിടും ആയിരുന്നു. അതുകൊണ്ട് സ്വയമേ രാജിവെച്ച് പോകേണ്ട ഒരവസ്ഥയുണ്ടായി. ഒരു ഫയലും കൊണ്ടൊരു കേറ്റം കയറി വന്നതാണ് അൻസിബ. അതിനുശേഷം ആ സംഘടനയിലുള്ള എല്ലാ കീടങ്ങളും പുറത്തായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കീടങ്ങളും. ഓക്കെ, ലക്ഷ്മിപ്രിയൊക്കെ അന്ന് ബുള്ളറ്റിൽ എവിക്റ്റായി പോയപ്പോൾ എടുത്തിരുന്നില്ലേ സാരി? ഏത് ബുള്ളറ്റിൽ എവിക്റ്റായി പോയ സമയത്ത് ബിഗ് ബോസിൽ അതേ സാരി ഉടുത്തോണ്ട് ഇപ്പൊ വീണ്ടും ഈ രാജിവെച്ച സമയത്ത് വന്നിട്ടുണ്ട്. അതേപോലെ മാലയൊക്കെ ഇട്ട് വലിയ പത്രാസുകാരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിപ്രിയെ നിന്നെ കാണുമ്പോൾ എനിക്കിപ്പോ ചിരിയാടി വരുന്നു. സത്യമുള്ള കാര്യം പറയാം ചേച്ചി, സത്യം. ചേച്ചി കാണുമ്പോൾ എനിക്കിപ്പോ ചിരിയാ വരുന്നത്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല. 10-20 ലക്ഷവും ഒരുത്തന്നെ മൂഞ്ചിച്ച്, ഒരു പ്രൊഡ്യൂസറിനെ മൂഞ്ചിച്ച് ഇരുത്തിയിട്ടും ഇപ്പുറത്ത് വന്ന് ഇങ്ങനെ ഇരുന്ന് നന്മ വരെ കളിച്ച് ഇത്രയും നന്മ വാരി വതറി നീലകണ്ഠൻ ഡയലോഗ് അടിച്ച് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ, നിങ്ങൾ വേറൊരു ലെവല്. എങ്ങനെയാണ് ബിഗ് ബോസിലൊക്കെ പിടിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ആ സീസണിൽ ഉണ്ടായിരുന്ന അന്നേ ചെളിവാരി അടിച്ചാലും ഉള്ള കാര്യം പറയാം. ഇമ്മാതെ അൽക്കുലത്ത് പരിപാടി കണ്ടു കഴിഞ്ഞാൽ കാലവാരി അടിക്കാൻ നമുക്ക് തോന്നും. എന്തായാലും അൻസിബ, നീ ആണടി പെൺപുലി. ഇനി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ഓടി നടന്ന് ഓരോ കമന്റ് ബോക്സുകളിലോട്ട് അങ്ങോട്ട് കിടന്ന് മെഴുകുന്നുണ്ട്. ചേട്ടായി മെഴുകിക്കോ, അല്ലെങ്കിൽ ഇനി കരച്ചിലേക്കാൻ കുറച്ച് സുഖം കൂടുതല. കിടന്ന് കരഞ്ഞോ മോയിക്കോ. എൻ്റെ പേരിൽ കേസ് കാര്യങ്ങൾ നടക്കട്ടെ, നമുക്ക് നടപടികളൊക്കെ നോക്കാം. ഞാൻ അവിടെ വരുന്ന സമയത്ത് തെളിവ് സഹിതം എടുത്ത് കാണിക്കാം. ഇനി പോരെങ്കിൽ ഞാൻ തെളിവ് സഹിതം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാം. ഏത് ശ്വേതാമേനന്റെ കുറെ കാര്യങ്ങളും അതും ലക്ഷ്മിപ്രിയയുടെ കുറെ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്തങ്ങ് തെളിവോടെ കൂടി അങ്ങ് മൊത്തത്തിൽ അപ്ലോഡ് ചെയ്യാന്നേ. ആ പ്രശ്നം അങ്ങ് തീരട്ടെ എന്നേ. എങ്ങനെയുണ്ട്? കൊള്ളായിരിക്കുമോ? എടുത്ത് അടിക്കട്ടാ? സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അപ്പൊ നമുക്ക് ഒരു അറിവ് എന്ന് തുടങ്ങാം. ലക്ഷ്മിപ്രിയ അമ്മയിൽ നിന്ന് രാജിവെച്ചു. വികാരഭരിതയായി ഫേസ്ബുക്ക് പോസ്റ്റ്. അയ്യോ പാവം, കരയട്ടെ. ഇനി കുറച്ച് കരച്ചിലാകാം. ലക്ഷ്മിപ്രിയ ജയ്. ഓക്കെ. ഞാൻ അമ്മ സംഘടന അംഗത്വം തന്നെ രാജിവെച്ചിരിക്കുന്നു. എന്റെ രാജി മുതിർന്ന അംഗമായ ശ്രീമതി കാലടി ഓമന, പൊന്നമ്മ ബാബു, ഉഷ ആലപ്പുഴ എന്നിവർക്ക് സമർപ്പിക്കുന്നു. ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എൻ്റെ ശവം കാണാൻ പോലും ഒരുത്തനും വരരുത്. അല്ലെങ്കിൽ നീ ജീവിച്ചിരുന്നാൽ പോലും നിന്നെ കാണാൻ വരത്തില്ല. നീ ചത്താലും ആരും വരാൻ പോകുന്നില്ല. കാരണം നിന്നെയൊക്കെ പോലുള്ളതിനകത്ത് ഇമാതിരി വർത്താനം പറയുമ്പോൾ നിനക്ക് അയ്യോ സഹതാവ് സെന്റിമെന്റ് വാരിക്കോര് നാട്ടുകാർ തരുമെന്ന് വിചാരിച്ചിരിക്കും. തെറ്റി. നമ്മൾ ഒരു തട്ടിപ്പോയ ഒരാളിന് റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെങ്കിലും മലയാളികൾ അയാൾക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി വേണം. ഓക്കെ, അതുപോലും ഇല്ലാത്ത സാധനങ്ങൾക്ക് ഒരു വിലയും തരൂല. പിന്നെ ഇങ്ങനെ സെന്റിമെന്റ് ഡയലോഗ് അടിക്കും, അയ്യോ ആൾക്കാരെല്ലാം കൂടി കമന്നടിച്ച് വീഴുമെന്ന് വിചാരിച്ചാണ്. നീയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരൊറ്റ പെൺകുട്ടി ഒരു ഫയലും കൊണ്ട് അങ്ങോട്ട് കയറി വന്ന് പിന്നെ നടന്നത് ചരിത്ര. അതാണ് അൻസിബ. കേട്ടാ, ഞാൻ അൻസിബയുടെ ഫാനായിപ്പോയി. സത്യമുള്ള കാര്യം പറയാം. സൂപ്പർ. അവളായിരിക്കണം ഇനി അമ്മ സംഘടനയുടെ പ്രസിഡന്റ്. എൻ്റെ ശവം കാണാൻ പോലും ഒരുത്തനും വരരുത്. 60 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ലഭിച്ചേക്കാവുന്ന പെൻഷൻ എനിക്ക് വേണ്ട, ഇൻഷുറൻസ് വേണ്ട, റീത്ത് വേണ്ട, അനുശോചനം ഒട്ടുമേ വേണ്ട. എന്നെ സ്നേഹിക്കുന്ന ഏതാനും പേരുണ്ട്. ബാക്കിയുള്ളവർ ഈ പടി കടന്ന് വരരുത്. നന്ദി ലക്ഷ്മിപ്രിയ.
ഓക്കെ, ആരും വരാൻ പോകുന്നില്ല ചേച്ചി അല്ലെങ്കിൽ ആർക്കും കാണാൻ വയ്യ. ഇനി മറ്റേ ആകാശത്ത് 2 വെടിവെപ്പ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തിന്? നിങ്ങളുടെ ഹസ്ബൻഡ് ഏട്ടൻ കാണും. ഇങ്ങനെയൊക്കെ പറയാം. ഓമന ഡയലോഗ് അടിക്കുമ്പോൾ ആൾക്കാരങ്ങ് വീഴുമെന്ന് വിചാരിച്ചാണ്. ചേച്ചിക്ക് തെറ്റി. ഇതിന് മറുപടിയായിട്ട് നമ്മുടെ ഉഷ ചേച്ചി ആക്ട്രസിന് അവർ മറുപടി ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം എന്താണ് അവരിട്ട മറുപടി എന്ന്. ശ്രീമതി ലക്ഷ്മിപ്രിയ ഇന്നലെ രാത്രി എനിക്കും പൊന്നമ്മ ചേച്ചിക്കും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിലെ മാറ്റർ തന്നെ FBയിലും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീമതി ലക്ഷ്മിപ്രിയ ഒരു കാര്യം മനസ്സിലാക്കണം. ചാനലുകൾ തോറും കയറി ഇരുന്ന് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്നതുപോലെ വർഗീയ വിഷം തുപ്പുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ ഞങ്ങൾക്ക് മനസ്സില്ല. അമ്മ സംഘടനയിൽ വർഗീയത കൊണ്ടുവരാമെന്നുള്ള വലിയ മോഹങ്ങൾ പൊളിച്ചടിക്കിയതിൻ്റെ ആ മോഹം പൊലിഞ്ഞു പോയതിൻ്റെ രോദനമായിട്ടേ ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നുള്ളൂ. അൻസിബ കഴിഞ്ഞ 10 മാസം അനുഭവിച്ച വിഷമങ്ങൾ, അവഗണനകൾ, അപമാനങ്ങൾ, അതിനെയൊക്കെ ഇന്നലെ ഞങ്ങൾ മറുപടി നൽകി. അൻസിബയുടെ നിലപാട് അതാണ്. ശരി, ഞങ്ങൾ അവളെ ചേർത്ത് പിടിച്ചു. ഒപ്പം നിന്നും നിങ്ങളെപ്പോലെ വർഗീയ വിഷം തുപ്പുന്നവരെ അമ്മയ്ക്ക് വേണ്ട. ജനറൽ ബോഡിയിൽ ഭൂരിപക്ഷം അംഗങ്ങളുടെ അഭിപ്രായവും അത് തന്നെ ആയിരുന്നു. ഇന്റർവ്യൂ കളിച്ച് ജനിപ്പിച്ച മാതാപിതാക്കളെയും ജനിച്ച മതത്തെയും ഖുറാനെയും തള്ളിപ്പറഞ്ഞ നിങ്ങളുടെ അത്തരം സ്റ്റേറ്റ്മെന്റ് ശരിയായില്ല എന്ന് പറഞ്ഞതിന് എന്നെ ഒരു പ്രോഗ്രാമിനും വിളിക്കാൻ എൻ്റെ സഹപ്രവർത്തക പറഞ്ഞപ്പോൾ മറ്റ് സഹപ്രവർത്തകരുടെ മുൻപിൽ പബ്ലിക്കായിട്ട് നിങ്ങൾ എന്നെയും ജിഹാദിയാണ്, അവരെ വിളിക്കേണ്ട എന്ന് പറഞ്ഞില്ലേ? വാ തുറന്നാൽ വർഗീയത വിളമ്പുന്ന നിങ്ങളുടെ ശവം കാണണമെന്ന് എനിക്കൊരു താല്പര്യമില്ല. അണ്ണാക്കി കൊടുത്ത് ലാസ്റ്റ് ഡയലോഗില്ലേ, അത് കലക്ക് സാധനം കേട്ടോ. ഉഷ ചേച്ചി സൂപ്പർ പൊളിച്ച്. വാ തുറന്നാൽ വർഗീയത വിളമ്പുന്ന നിങ്ങളുടെ ശവം കാണണമെന്ന് എനിക്കൊരു താല്പര്യമില്ല. ഇമാതിരി വർഗീയത വിളമ്പുന്ന ഇമാതിരി സാധനത്തിന്റെ ശവം പോലും കാണാൻ എനിക്കൊരു താല്പര്യമില്ലെന്ന് ഉഷ ചേച്ചി 1.5 മറുപടി കൊടുത്ത് കലക്കി. ഒരു രക്ഷയില്ല. അണ്ണാക്കില്ലല്ലോ, അന്നം നാളത്തേക്ക് കയറിയെന്ന് കൊടുത്ത്. കാരണം മതം എന്ന് പറയുന്ന ഫാക്ടർ ഇട്ടാണ് ഈ ലക്ഷ്മിപ്രിയയിലും ടിനി ടോമായാലും അവിടെ കളിച്ചിട്ടുള്ളത്. ജിഹാദി എന്നും ഈ വർഗീയവാദി എന്നുമുള്ള രീതിയിൽ പല രീതിയിലും വർഗീയത സ്പ്രെഡ് ചെയ്തുകൊണ്ട് അൻസിബയെ തരം താഴ്ത്തി. അവളവിടെ വന്നത് മതം മാറ്റാനാണ്, മുസ്ലിങ്ങളാക്കാനാണ് മറ്റുള്ളവരെ എന്നുള്ള രീതിയിൽ പലതും പറഞ്ഞ് ഉണ്ടാക്കി വിട്ടിട്ടുള്ള നിവളുമാരും ഓമാരും എല്ലാം എല്ലാത്തിനും കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ അണ്ണാക്കി കൊടുത്ത് ഇവിടെ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് നിങ്ങളെല്ലാവരും വിശ്വസിച്ചിരിക്കണമെന്ന് പറയില്ല. നിങ്ങളുടെ ഇഷ്ടം. ഏത് ദൈവത്തിൽ വിശ്വസിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് ജാതിയൊക്കെ ആയിരിക്കണം എന്നെല്ലാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന ജാതി, ഇരിക്കുന്ന മതം, വിശ്വസിക്കുന്ന ദൈവത്തിന് നിങ്ങൾ വിശ്വസിച്ചോ ആരാധിച്ചോ നിങ്ങളുടെ ഇഷ്ടത്തിന് നടന്നോ എന്ന് വെച്ചിട്ട് മറ്റുള്ള മതക്കാരെ, മറ്റുള്ള ദൈവങ്ങളെയും മറ്റുള്ള ജാതിയിലുള്ള ആൾക്കാരെയും പുച്ഛിക്കുകയോ പരിഹാസിക്കുകയോ ചെളിവാരി അടിക്കുകയോ ചെയ്തുകൊണ്ട് വർഗീയത സംസാരിക്കുന്ന ഓരോന്നിൻ്റെ അണ്ണാക്കിൽ കയറി നാക്ക് വെട്ടി കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇമ്മാതിരി വർഗീയ വിഷം തുപ്പുന്ന ഓരോന്നിനും ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുക തന്നെ വേണം എന്നാണ് എൻ്റെ ബേസിക്കലിയുള്ള ഒരു അഭിപ്രായം. അൻസിബ എന്ന് പറയുന്ന ഈ പെൺപുലി ഇന്ന് ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയാൾ പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിൽ അവൾ ജയിച്ചു. ജനങ്ങൾ അവളെ കൂടെ നിന്നു. സത്യമേവ ചെയ്ത് സത്യത്തിനൊപ്പം നിന്നു. കർമ്മ എന്ന് പറയുന്ന സാധനം എല്ലാത്തിനെയും തിരിച്ചടിച്ചു. അവളെ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയ എല്ലാവളുമാർക്കും അണ്ണാക്കി കിട്ടി. അതുപോലെ അമ്മ സംഘടന ഇരുന്ന ഓരോ സാധനങ്ങൾ, പ്രസിഡന്റ് അടക്കം പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട്. ഓരോന്നായിട്ട് പുറത്തു വിടുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സ്റ്റേ ട്യൂൺ എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമ്മളെ ശാന്തിയുള്ള ദിനേശ് ഏട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലോട്ട് പോകാം. അതിന് മുന്നേ ഒരു പോസ്റ്റർ കൂടി കാണാം. ഞാൻ ഷിയാസ് കരീമിന്റെ കിതാബ് പഠിച്ചിട്ടില്ല. പഠിച്ചിരുന്നുവെങ്കിൽ ഖുറാൻ എന്തു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പലതും സമർത്ഥിക്കാമായിരുന്നു. ലക്ഷ്മിപ്രിയ. ഓഹോ, പണ്ടേ ഇത് തന്നെയല്ലോ പരിപാടി. പേര് ലക്ഷ്മിപ്രിയ, ഭർത്താവിൻ്റെ പേര് പി ജയേഷ്, വീട്ടു നമ്പർ അതൊക്കെ ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ ഷിയാസ് കരീമിൻ്റെ കിതാബ് പഠിച്ചിട്ടില്ല. അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യവും പഠിക്കുന്നത് നല്ലതിനായിരുന്നാൽ ആ കിതാബ് ഞാൻ പഠിക്കാതിരുന്നതിൽ എനിക്ക് നിരാശയുണ്ട്. പഠിച്ചിരുന്നുവെങ്കിൽ ഖുറാൻ എന്തു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ആരിഫ് ഹുസൈൻ ജിയെ പോലെ എനിക്കും സമർത്ഥിക്കാമായിരുന്നു. ഒരറിവും നിസാരമല്ല. ഇത് മലയാളത്തിൽ എന്തോന്ന് കണ്ടും കൂടല്ലോ കുഴപ്പ് അല്ലായിരുന്നതിനാൽ ഇനി പഠിക്കാനും നിവർത്തിയില്ല. മലയാള പരിഭാഷ താല്പര്യമില്ല. കാരണം വ്യാഖ്യാതാവിൻ്റെ മതം അഥവാ അഭിപ്രായം അനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. ഉദാഹരണത്തിന് ഖുറാൻ അരച്ചു കലക്കി കുടിച്ചു പഠിച്ച് എന്നെ വളർത്തിയ എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ വാപ്പുമ്മ മരണം വരെയും
പ്രസവിക്കുന്ന ഒരു ജീവിയുടെ മാംസം ഭക്ഷിച്ചിരുന്നില്ല. അതായത് പ്രസവിക്കുന്ന മത്സ്യങ്ങളായ സ്രാവ്, തിരണ്ടി കൂടിയ പെണ്ണാട്, പശുവിൻ മാംസം, എരുമയുടെ മാംസം ഇവ. എന്നോട് വാപ്പുമ്മ പറഞ്ഞിരുന്നത് ഖുറാൻ അത് എന്തു പറയുന്നു എന്നറിയില്ല. അവർ എപ്പോഴും സാത്വിക ഭക്ഷണങ്ങളും ചെറിയ മത്സ്യങ്ങളും ശീലിച്ചു പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഭക്ഷണം ശീലിച്ചു പോന്ന എനിക്ക് വലിയ ജീവികളുടെ മാംസം, വലിയ മത്സ്യങ്ങളും ഭയമാണ്. അതിനാൽ വെജിറ്റേറിയൻ ആവാൻ എനിക്ക് ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഭക്ഷണം എന്നത് ശീലമാണ്. ഇവിടെന്ത് തേങ്ങയാണ് പറയുന്നത്. എന്നാൽ ഇതേ ഖുറാൻ ഒക്കെ പഠിച്ച എൻ്റെ ഉമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പ്രസവിച്ച് കിടക്കുന്ന മൂത്ത ചേച്ചിക്ക് കൊടുക്കാൻ എൻ്റെ ഉമ്മ എന്നെപ്പോലെ മോരും തൈരും മാത്രം കഴിക്കുന്ന എൻ്റെ ഉമ്മ ഒരു ഭീകരൻ സ്രാവിനെ വൃത്തിയാക്കുന്നു. പ്രസവിക്കുന്ന ജീവിയെ പ്രസവിപ്പിച്ച് കിടക്കുന്ന ഒരു സ്ത്രീക്ക് പാലുണ്ടാകാൻ നൽകുന്നു. ഞാൻ ഉമ്മയോട് ചോദിച്ചപ്പോൾ എൻ്റെ പച്ചക്കറി ഉമ്മ ഒഴികെ അവിടെയുള്ള എല്ലാവരും സ്രാവിനെ കഴിക്കുമെന്നത്രേ. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഖുറാൻ എന്തു പറയുന്നു എന്ന് അത് പഠിക്കാത്ത എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഭക്ഷണം എന്നത് ശീലമാണ്. എന്തോ വലുതായിട്ട് കാര്യമായിട്ട് പറയുന്നുണ്ട്. ലക്ഷ്മി പ്രിയ പറയുന്നതായതുകൊണ്ട് തന്നെ നമുക്കൊന്നും വിശ്വസിക്കാനും പറ്റില്ല. ഇവള് പറയുന്നത് അവൾക്ക് പോലും അറിയത്തില്ല എന്താണെന്ന്. എന്തായാലും ലക്ഷ്മി പ്രിയ ചേച്ചി ഇനി എവിടെയെങ്കിലും പോയി മാറിയിരുന്ന് കര. ഒരു കാര്യം ജാൻസിബെ ഫോണിൽ വിളിച്ചിട്ട് കര, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ശാന്തിയുള്ള ദിനേശിട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അണ്ണാക്കിലല്ല, അതിന്റെ അപ്പുറത്ത് എവിടെയും കൊണ്ടായി കൊടുത്ത് അതിനേക്കാളും താഴെ വെറും തറയാണെന്നേ. വെറും തറ വർത്താനങ്ങളിലൂടെ അത് നിങ്ങൾ ആലോചിച്ചു. ഒരു പ്രൊഡ്യൂസറെ പറ്റിച്ച് 20 ലക്ഷം രൂപ പറ്റിച്ച് കോടതിയിൽ ശിക്ഷിക്കാറായി, കേസിന്റെ വാദത്തിൽ ശിക്ഷിക്കാറായി വരുന്നവള് പോലും അമ്മയുടെ തലപ്പത്തിരുന്നുകൊണ്ട് കാണുന്ന ആരാ ഈ ഒരു പ്രൊഡ്യൂസറിനെ 20 ലക്ഷം രൂപ പറ്റിച്ച് കോടതി ശിക്ഷിക്കാറായി. അതിന്റെ അവസാന വാദങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതായത് വേറെ ആരുമില്ല, നമ്മുടെ സ്വന്തം ലക്ഷ്മി പ്രിയ 20 ലക്ഷം രൂപ പറ്റിച്ച ഒരു പ്രൊഡ്യൂസറിന്, സിബിലാൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിന്. അവസ്ഥ ആലോചിച്ച് നോക്ക്. ഈ പറ്റിപ്പും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ ഓരോ ഫ്രോഡുകളാണ് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ തലപ്പത്തിരുന്നത്. അപ്പോൾ ഈ ഫ്രോഡുകൾ ഈ സംഘടനയിൽ കയറിയിരുന്ന് അവിടെ വരുന്ന സ്പോൺസർഷിപ്പിലും അതിലും ഇതിലുമൊക്കെ ആയിട്ട് എത്ര ലക്ഷങ്ങൾ, എത്ര കോടികൾ തട്ടിപ്പ് നടത്തൂല എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാലോ? ഓക്കെ, തെളിവ് സഹിതം വന്നാലോ? ഓക്കെ, അതുകൊണ്ട് ഇനി ആ സംഘടനയിൽ അധികാരത്തിൽ വരുന്നവർ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അൻസിബെ പോലുള്ളവർ. ഓക്കെ, അൻസിബ അതിന് അർഹതയുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ അൻസിബയെ തകർക്കാനും അൻസിബയുടെ കരിയർ തകർക്കാനും അൻസിബയെ ഏറി കയറ്റാനായിട്ട് പലരും അടുത്ത് ചിലപ്പോൾ ഇറങ്ങിയെന്ന് വരും, പറയാൻ പറ്റത്തില്ല. ഇനി അൻസിബയെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം, അതായിരിക്കും അടുത്ത ലക്ഷ്യം. കാരണം ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളൊരു ഹൈപ്പ്, മലയാളികളുടെ അത്രയും ഒരു സപ്പോർട്ട് അത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. എന്തായാലും നോക്കാം. ഇൻക്ലൂഡിങ് മീ എന്ന് പറയാം. കാരണം എന്നെ അടക്കം അമ്മയുടെ അഡ്രസ്സും പറഞ്ഞ് ചീത്ത വിളിക്കുകയും അതൊക്കെ രാജിവെച്ച് പോയാൽ ആ സംഘടന നന്നാവുന്നേ. അതിൽ നിന്ന് പോണതാണ് നല്ലത്. ഇതൊക്കെ ഈ ഐറ്റംസുകൾ പോകുന്നതാണ് നല്ലത്. അത് ചിലപ്പോൾ അതുകൂടെ ഇനിയിപ്പോൾ അമ്മ നന്നാവാൻ സാധ്യതയുണ്ട്. ശരിക്കും നീതി കിട്ടിയാൻ തോന്നുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ടും. കാരണം ആ ജനറൽ ബോഡിയിലെ 200 പേരെന്തോ ഒപ്പിട്ടു എന്ന് പറഞ്ഞു അവിശ്വാസത്തിന്. അയാളെ അൻസിബയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് തെളിയിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് നീതി കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. തമ്മിലുള്ള വിഷയത്തിനെ പറ്റി എന്താ പറയാറ്? ഞാൻ ആ സ്ത്രീയെ കുറിച്ച് ഒരു വക സംസാരിക്കില്ല. യാതൊരു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ആ വേറെ സ്ത്രീയെ കുറിച്ച് സംസാരിക്കില്ല. അവരെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല. രാജിവെച്ച് പോയല്ലോ, പിന്നെന്തേ? ശരിക്കും പറയുന്നത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? 1% ഇല്ല. നട്ട ഒരു 20 ലക്ഷം രൂപയുടെ കേസിലെ പ്രതിയാണ്. ഇപ്പൊ ശിക്ഷിക്കും കോടതി. അപ്പൊ എന്നിട്ട് ചാനലുകളിൽ വന്ന് നിങ്ങളെ പോലുള്ളവരെ കാണുമ്പോൾ പറയുന്നത് എന്താ? ഞാനാണ് കേസ് കൊടുത്തേക്കണേ. ഞാനല്ല കൊടുത്തത്, പൈസ പറ്റിച്ച ഒരു നിർമ്മാതാവാണ് കൊടുത്തേക്കണേ. അതിന്റെ ഫുൾ പ്രൂഫ് പറ്റിയിരിക്കുക, മുഴുവൻ തെളിവ് പറ്റിയിരിക്കുക. കള്ളം പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമ്മളെന്ത് പറയാം? തെളിവ് സഹിതം ഡിജിറ്റൽ എവിഡൻസ് ഫുള്ള് കയ്യിലുണ്ട്. എല്ലാം ചെക്ക് ഉൾപ്പെടെ, ആ ഫേക്ക് ബൗൺസായ സാധനം ഉൾപ്പെടെ കയ്യിലുണ്ട്. പക്കാ തെളിവായിരിക്കുന്നേ. ഓക്കെ, 20,16,000 രൂപ എങ്ങാണ്ടാണ്. ഓക്കെ, അമ്മാതിരി ഫ്രോഡ് പരിപാടി നടത്തിയിട്ടാണ് കയറിന്ന് ഘോര പ്രസംഗിക്കുന്നത്. കോടതി വിധി ഇനിയിപ്പോൾ തൂക്കിയെടുത്തിട്ട് മിക്കവാറും. അല്ലെങ്കിൽ കൊടു മറ്റേ 10 ലക്ഷം ഡിഫമേഷൻ കൊടുക്കുക, 10 കോടി ഡിഫമേഷൻ കൊടുക്കാൻ വേണ്ടി ഇരിക്കണമല്ലോ. 1 കോടി കോടതിയിൽ കെട്ടി വയ്ക്കണം. അതിലൊന്നൊരു 20 ലക്ഷം എടുത്താൽ പാവത്തിന് ഉറയും. ലൂസ് ടോക്കാണ്, അല്ലെങ്കിൽ ലൂസ് ടോക്കറാണ്
ഈ ചേച്ചിയമ്മ എന്ന് ഏതോ കഷ്ടകാല സമയത്ത് അമ്മയുടെ സെക്രട്ടറി പറഞ്ഞതിന്റെ പ്രതികാരം തീർക്കാനത്രേ ചേച്ചിയമ്മ. എന്നെ ലൂസ് ടോക്കർ എന്ന് വിളിച്ച എവളുടെ പുക കണ്ടേ അടങ്ങൂ എന്ന ശബ്ദത്തിലാണത്രേ ചേച്ചിയമ്മ. അതിനെ എതിർപക്ഷക്കാർ നന്നായി ഉപയോഗിക്കുന്നു. എന്നാൽ സത്യം എന്താന്ന് വെച്ചാൽ ഈ സ്ത്രീരത്നം ലൂസ് ടോക്കർ ആണ് എന്ന് പറഞ്ഞത് കമ്മിറ്റി മെമ്പറായ ബുദ്ധിജീവിയും VD സതീശന്റെ അളിയനുമായി നടക്കുന്ന വികാരജീവിയാണ്. സെക്രട്ടറി അല്ല പറഞ്ഞത്. അൻസിബ പറയുന്നതൊക്കെ പരദൂഷണമാണെന്ന് ആദ്യം കണ്ടുപിടിച്ചതും ഈ ചേച്ചിയമ്മ. എന്നാൽ അമ്മ കമ്മിറ്റിയെ വരച്ചവരിൽ നിർത്തുന്ന 20 ലക്ഷം കക്കിയ മഹതി 2 നാൾ മുൻപും പറഞ്ഞു മത തീവ്രവാദികളാണ് ഇതിന്റെയൊക്കെ പിന്നിൽ കളിക്കുന്നതെന്ന്. അൻസിബയുടെ പിന്നിൽ മത തീവ്രവാദികൾ, അതായത് മുസ്ലിം മത തീവ്രവാദികളാണ് കളിക്കുന്നതെന്ന് പഴയ സൈനബ ചേച്ചി പറയും. സൈനബ ചേച്ചി ഇപ്പൊ ഉത്തമ ഹിന്ദു ആണല്ല. ആവശ്യമുള്ള ഒന്നും കാണാൻ മെനക്കെടാത്ത ചേച്ചിയമ്മ ഇതൊന്നും കാണാറുമില്ല, കണ്ടാൽ കണ്ടതായി പറയാറുമില്ല. നൊട്ടോറിയസ് ക്രിമിനലുകൾക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ചേച്ചിയമ്മയുടെ ശപഥം. 20 ലക്ഷം പറ്റിച്ച തരികിട വയസ്സ് പറയുന്നത് കേട്ടില്ലേ? എന്റെ പേരിൽ തന്ന കേസിൽ തരുമ്പും സത്യമില്ല എന്ന് കണ്ടെത്തിയ കേരള പോലീസിനും ഫയർഫോഴ്സിനും അതിന്റെ തലപ്പത്ത് ഉദ്യോഗസ്ഥർക്കും VD സതീശനും ഒക്കെ നമോഭാഗം എന്നാണ് ഈ തരികിട ആരെയും പറ്റിച്ച് ജീവിക്കുന്ന പെണ്ണുപിള്ള പറയുന്നത്. ഏറ്റെടുത്ത എല്ലാ കേസും തോറ്റ ചരിത്രമുള്ള വക്കീൽ. ഫസ്റ്റ് സാധനത്തിനാണ് ചേരുമ്പടിയിൽ ചേരും. എന്റെ വക്കീൽ 10 കോടി രൂപയുടെ കേസ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഞങ്ങൾ കൊടുക്കും, അവളെ അകത്താക്കും എന്നൊക്കെ പറയുന്നുണ്ട് വാചമടിച്ച്. അപ്പൊ 1 കോടി രൂപ കോടതി കെട്ടിവെക്കണം. 1 കോടി തട്ടിപ്പ് വെട്ടിപ്പ് നടത്തിക്കൊണ്ട് നടക്കുന്ന സാധനങ്ങൾ ഇനി 1 കോടി അവിടെ കൊണ്ട് കെട്ടിവെക്കാൻ പോകുന്നത്. എടേ, സത്യം വിളിച്ച് പറയുന്നതുകൊണ്ട് എൻ്റെ നാക്കില് പിന്നടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, നല്ല പോലെ ശ്രമിക്കുന്നുണ്ട്, അതെനിക്കും അറിയാം. എന്തായാലും ലക്ഷ്മിപ്രിയ ചേച്ചി ഒരു ബുള്ളറ്റ് എവിക്ഷൻ ആവാമായിരുന്നു അമ്മ സംഘടനയിൽ നിന്ന്. ഇതിലൊരു ലോറിയില്ലെങ്കിലും പെട്ടിയോട്ടയിലെങ്കിലും അറ്റ്ലീസ്റ്റ് കയറി പോകാമായിരുന്നു. എന്തായാലും അന്ന് ബുള്ളറ്റ് എവിക്ഷനിലുണ്ടായിരുന്ന അതേ സാരി ഉടുത്ത് വരാൻ കാണിച്ചില്ലേ, അതിൻ്റെ വലിയ മനസ്സ്. ഇനി വേറൊരു പോസ്റ്റ് വായിക്കാം. ലക്ഷ്മിപ്രിയ എന്നെ ജിഹാദി എന്ന് വിളിച്ചു, വർഗീയ വിഷം തുപ്പുന്നവരെ അമ്മയ്ക്ക് വേണ്ട, കടുത്ത ആരോപണവുമായി നടി ഉഷ അസീന. ഓക്കെ, എൻ്റെ പൊന്നെ ലക്ഷ്മിപ്രിയ ചാച്ചി, നിങ്ങളിപ്പോൾ ഒരു പൊതു ശല്യമായി മാറിയില്ലോ. ഇല്ല, ഒരു മനുഷ്യന് നിങ്ങളെ പറ്റിയിട്ട് നല്ല അഭിപ്രായമില്ലല്ലോ. എല്ലാവരും എടുത്ത് നിങ്ങൾ വലിയ വിഷയം എന്നാണ് ഇപ്പൊ പറയുന്നത്. എല്ലാവരെയും വർഗീയത പറയുക, മതം പറഞ്ഞ് തമ്മിലടിപ്പിക്കുക, ഇമാതിരി എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കേസുകളിൽ ഇടപെടണം. കാരണം ഒരു സംഘടനയിൽ ഇരുന്നു കൊണ്ട് അവിടെ മതത്തിന്റെ പേരും ജാതിയുടെ പേരും ഒക്കെ പറഞ്ഞ് ദൈവത്തിന്റെ പേരും ഒക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഉണ്ടാക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ട് വർഗീയ വിഷങ്ങൾ തന്നെയാണ്. അവർക്കെതിരെ നിയമ നടപടി എടുക്കണം. ഇപ്പോ വർഗീയത പറയുന്നവർക്കെതിരെ നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ സ്ഥിതിക്ക് ഉറപ്പായിട്ട് ഈ പറയുന്ന ലക്ഷ്മിപ്രിയ, ടിനി ടോം എന്ന് പറയുന്ന ഫീൽഡ് ഔട്ട് നടീ നടന്മാർക്കെതിരെ ഉറപ്പായിട്ടും കേസെടുക്കണം. അതുപോലെ ശ്വേതാ മേനോൻ ഒന്നും മിണ്ടുന്നില്ല, പിരിവിട്ടിരിക്കുകയാണ്. അടിയിൽ കൂടി നല്ല പണികൾ തുടങ്ങിയിട്ടുണ്ട്, അറിയുന്നുണ്ട്, നോമെല്ലാം അറിയുന്നുണ്ട്. എന്തായാലും നമുക്കിട്ടും മിക്കവാറും പണിയും കേട്ടോ. എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ 1 മാസത്തെ വീഡിയോകളൊക്കെ നോക്കിയത് ഇതിലാരെങ്കിലും ഗെയിം എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.